മാധ്യമങ്ങളെ കാണുകയാണ്. നേരത്തെ ഈ അസോസിയേറ്റ് അംഗത്വം ആക്കിയതിൽ വലിയ തലത്തിലുള്ള അതൃപ്തി വിഷ്ണുപുരം ചന്ദ്രശേഖരൻ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് പാർട്ടിയിലാണെങ്കിൽ നമുക്ക് സംസ്ഥാന കമ്മിറ്റി കൂടണം. നാളെ നമ്മുടെ സംസ്ഥാന കമ്മിറ്റി കൂടിയാണ്. നമ്മുടെ ഇവിടെ 11 മണിക്ക് പ്രസ് ക്ലബ്ബ് ഹാള് വെച്ച് നമ്മുടെ സംസ്ഥാന കമ്മിറ്റി പാർട്ടിയുടെ അഭിപ്രായം പറയും. പക്ഷേ ഇങ്ങനെ ഒരു ഇത് വന്നത് ഞാൻ അവരുടെ ആളുകളുടെ അതൃപ്തിയാണോ എന്നൊക്കെ സ്നേഹത്തോടെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. അത് ഇടതുപക്ഷത്തിന്റെ ചില നേതാക്കൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് എനിക്ക് മറ്റൊന്നിലേക്ക് ചാടിപ്പോവാനുള്ള അതൃപ്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല. രണ്ടാമത് മനസ്സുകൊണ്ട് 14 വയസ്സ് മുതൽ ഇപ്പൊ 62 വയസ്സ് വരെയും ഞാനൊരു സ്വയംസേനാണ്. ആ സ്വയംസേനത്വത്തിൽ തന്നെ ഞാൻ ഉറച്ച് ജീവിക്കുന്നയാളാണ്. എന്നെപ്പോലെ ഒരാൾക്ക് അതിൽ ചെന്നെത്തിയാൽ നിൽക്കാൻ എത്ര ദിവസം കഴിയും എന്നുള്ളതൊക്കെ എനിക്കറിയാം. ഞാൻ എല്ലാത്തിനും വ്യക്തമായ അഭിപ്രായം പറയുന്ന ആളാണ്. അതത് പറ്റൂലെന്നൊക്കെ ഉള്ള അറിയാം. രാഷ്ട്രീയ ബോധം എനിക്കുമുണ്ട്. പിന്നെ NDA സംബന്ധിച്ചിടത്തോളം ഘടകകക്ഷികളോട് കാണിക്കുന്ന സമീപനം ഒരാൾക്കും അത് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. 300ഓളം സീറ്റ് BDS കൊടുത്ത് അവർക്ക് ജയിച്ചില്ലല്ലോ. ഞങ്ങൾക്ക് 4 സീറ്റ് എന്നുള്ളൂ, 1 ജയിച്ചു. പുഞ്ചക്കരി കോർപ്പറേഷനിൽ ഒരു സീറ്റ് തന്നു. 2400 വോട്ട് BJPക്ക് ഉണ്ടെങ്കിൽ അവിടെ 1035 വോട്ടായിട്ട് കുറയണ എന്തൊരു വോട്ട് ഘടകകക്ഷികൾക്ക് ഇടാനുള്ള വൈമനസ്യം BJPക്ക് ഉണ്ട്. ആ വൈമനസ്യം എല്ലാ ഘടകകക്ഷികൾക്കും ഉണ്ട്. എനിക്ക് പ്രത്യേകിച്ച് ആകെ കോർപ്പറേഷനിൽ കിട്ടിയ ഒരു സീറ്റാണ്. ആ സീറ്റ് പോലും ഈ 1500 വോട്ട് എവിടെ പോയി? അതുപോലെ തന്നെ എൻ്റെ അടുത്തിരിക്കുന്നത് കാമരാജ് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് ശ്യാം ലേജു. പൂവച്ചൽ ജില്ലാ ഡിവിഷനിലാണ് അയാൾ മത്സരിച്ചത്. 10,000-അടുത്തുള്ള വോട്ടുകൾ പിടിച്ചു. പക്ഷേ BJPക്ക് 800 വോട്ട് 850 കിട്ടിയ വാർഡുകളിലും ഇയാൾക്ക് 400 വോട്ടേ കിട്ടിയിട്ടുള്ളൂ. ബാക്കി 400 കോൺഗ്രസിനാണ് കിട്ടിയത്. ആ സമീപനം ഒരു തിരുത്തണം, അതിൽ സംശയമില്ല. അത് പ്രധാനമായിട്ട് ഞാൻ NDAയുടെ മീറ്റിംഗിൽ ഉടനെ കൂടുന്ന മീറ്റിംഗിലും അവതരിപ്പിച്ചിട്ടുണ്ട്, ഇപ്പം അവതരിപ്പിക്കും. പിന്നെ രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞാൽ എഴുതിയെടുക്കുകയും അത് പരിഹരിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യൻ സജീവമായിട്ട് നിൽക്കുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെ ഒന്ന് ചിന്തിക്കേണ്ട ആവശ്യം ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് ഇതാരോടെയും പറയാതെയാണ് ഇത് ചെയ്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പല ആളുകളുടെയും ഇത് സംസാരിച്ചിട്ടുണ്ട്. രമേശ് ചെന്നിത്തലയോട് സംസാരിച്ചിട്ടുണ്ട്, തിരുവഞ്ചൂരിനോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യം VD സതീശന്റെ വട്ടത്ത് നമ്മുടെ VSTPയുടെ പ്രതിനിധി സഭയ്ക്ക് ക്ഷണിക്കാൻ പോയപ്പോൾ അത് ഔദ്യോഗിക ഹൗസിലാണെന്ന് തോന്നുന്നു. ഒരു 4 മാസം മുമ്പേ ഒരു പരിപാടിക്ക് ക്ഷണിക്കാൻ പകരം തിരുവഞ്ചൂരിനെ വരാൻ പറഞ്ഞു. പക്ഷെ തിരുവഞ്ചൂർ വന്ന് എത്തിയില്ല. ഇങ്ങനെ അതിലെങ്ങനെ പിടിച്ചു നിൽക്കും? ഞാൻ പറഞ്ഞു അതിലും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് എന്ന് തന്നെ ഞാൻ പറഞ്ഞു. അത് മാത്രമാണ് ഇതിൻ്റെ മൂലധനം. അപ്പോഴാണ് ഇന്ന് എന്നെ വിഷ്ണുപുരത്തിനെ ഇതിലെടുത്തു എന്നുള്ള വാർത്ത വന്നത്. അല്ല, ഞാൻ എന്നോട് ചോദിച്ച് സ്വാഭാവികമായിട്ട് സുഹൃത്തുക്കൾ ചോദിക്കുമല്ലോ, ഇങ്ങനെ നിങ്ങൾ നിൽക്കുന്നിടം എങ്ങനെ സുഖമാണോ എന്നൊക്കെ ചോദിക്കുമല്ലോ. ആ ചോദ്യത്തിന് അത്ര സുഖമല്ല എന്ന് തന്നെ പറയണത്. ഇപ്പോഴും ഞാനത് പറയുന്നു, അത്ര സുഖമല്ല. ഒരു താങ്കളെ ഇപ്പോ NDAയുടെ ഭാഗമാണ്. NDAയുടെ ഭാഗമായിട്ട് ഇരിക്കുമ്പോൾ അതിനകത്ത് താങ്കൾക്കുള്ള ഒരു അതൃപ്തി തൊട്ട് എതിർകക്ഷിയായിട്ടുള്ള UDF നേതാക്കളോട് പറയുന്ന ഒരു സ്വാഭാവികതയില്ലേ? ഉണ്ട്. സുഹൃത്തുന്നാലും കമ്മ്യൂണിസ്റ്റ് ചോദിച്ചാൽ നമ്മൾ അങ്ങോട്ട് എങ്ങനെ സുഖമാണോ പ്രവർത്തിയാണോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് പേഴ്സണലായിട്ടുള്ള കാര്യം നമ്മൾ ഷെയർ ചെയ്യും. പൊളിറ്റിക്കലായിട്ട് ഒരു കാര്യം ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡിസ്കഷൻ നടക്കുമല്ലോ. അപ്പൊ അങ്ങനെ ഒരു ഡിസ്കഷൻ നടന്നിട്ടില്ല. ഈ വിഷയത്തിൽ ഡിസ്കഷൻ നടന്നിട്ടേ ഇല്ല. അല്ല, അതിലെ ഒരു കാര്യം ഞാൻ ഇപ്പൊ ചാനലിൽ കൂടി കണ്ടത്, നിങ്ങളുടെ ഏതൊരു ചാനലിലാണ് കണ്ടത്, ഇങ്ങനെ കത്ത് തന്നു, ഇങ്ങനെ അപേക്ഷ നൽകി, അതിന് പ്രകാരം ചർച്ച ചെയ്തു. അങ്ങനെ കേരളത്തിൽ ഞാൻ ഈ കോൺഗ്രസുമായി ബന്ധപ്പെട്ട ആർക്കെങ്കിലും ഒരു കത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പുറത്തു കൊടുത്തേ. ഞാൻ അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ പുറത്തു കൊടുത്തേ. CK ജോൺ NDAയിൽ നിന്നാണ് നേരത്തെ. അല്ലല്ല, അങ്ങനെ ഒരു പ്രശ്നമില്ല. ഇതിപ്പോ രണ്ടും ഒരുപോലെ തന്നെ ഏകദേശം ഇതിലിരിക്കും പോലെ തന്നെ അതിലിരിക്കുന്നത്. പക്ഷെ ഇതില് എന്റെ വിഷയങ്ങള് രാജീവ് ചന്ദ്രശേഖർ
ഒരു പരിധിവരെയൊക്കെ പരിഹരിച്ചിട്ടുണ്ട് സംസാരിച്ച്. എൻ്റെ വിഷയങ്ങൾ ഇത്രയേ ഉള്ളൂ. അത് ഇതിൽ ചാനൽ പറയാൻ എനിക്ക് മടിയൊന്നുമില്ല. NDAയിലും കേട്ടോട്ടെ അവർ ഈ ഘടകകക്ഷികളെ ആ മുന്നണി മര്യാദ അനുസരിച്ച് മാനിക്കുന്നില്ല എന്നുള്ളത് എൻ്റെ ഭാഗത്ത് ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ 3 മാസം മുമ്പ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് സജീവമായിട്ട് നമുക്ക് കുറച്ച് സീറ്റ് തന്നു. അതിൽ ഒരു ബ്ലോക്കും ഒരു വാർഡും ഒക്കെ ജയിച്ചു. അതിന് ഈ പരസ്പര ബന്ധമുള്ളവരാണ് കോൺഗ്രസിൽ നിൽക്കുന്ന എല്ലാ ആളുകളും. ഞാൻ ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് ഈ കോൺഗ്രസ് അന്ന് ബെന്നി ബഹനാനാണെന്ന് തോന്നുന്നു, എൻ്റെ ഉണ്ട്, ഇവിടെ തന്നെ ഞാൻ വേണമെങ്കിൽ കത്തെടുത്ത് തരാം. ഈ ഘടകകക്ഷിയാക്കാമെന്ന് പറഞ്ഞ് കത്ത് തന്നിട്ടുണ്ട് എനിക്ക് 10 വർഷം മുമ്പ്. അന്ന് നമ്മൾ ഇതിൽ ഘടകകക്ഷി അല്ല. അന്ന് ഈ കാമരാജ് കോൺഗ്രസ് ഇടതുപക്ഷത്തിനെയാണ് നമ്മൾ സഹായിക്കുന്നത്. വക്കം വിശ്വനാണ് ഇത് ഉദ്ഘാടനം ചെയ്തതൊക്കെ. ഇല്ല, അവരെ കാര്യം എനിക്കറിയില്ല. ഈ ജാനുവിന്റെ കാര്യവും അൻവറിന്റെ കാര്യവും എനിക്കറിയില്ല. ഒരു ചർച്ച നടത്തി സംസാരത്തിൽ ഏതെങ്കിലും തരത്തിൽ മുന്നണിയുടെ ഭാഗമാകുന്നതിനെ കുറിച്ച് അവർ ഇങ്ങോട്ടൊരു ആവശ്യം ഉന്നയിച്ചായിരുന്നു. താങ്കൾ പറഞ്ഞില്ല UDF നേതാക്കളായിട്ട് 3 മാസം മുമ്പ് സംസാരിച്ചു. ഞാൻ ഈ 3-4 നേതാക്കളോട് സംസാരിച്ചു. 4-5 നേതാക്കളുടെ എനിക്ക് തോന്നുന്നു. ഒരിക്കൽ കെ മുരളീധരന്റെ വീട്ടിൽ വന്നപ്പോൾ ചോദിച്ചപ്പോഴും പറഞ്ഞ് കെ മുരളീധരൻ പറഞ്ഞു, നിങ്ങളൊക്കെ നമ്മളോട്ട് നിൽക്കേണ്ട, പണ്ട് നിങ്ങളൊക്കെ നിന്നപ്പോൾ ഞങ്ങൾക്ക് 10 കൂടുതൽ സീറ്റ് കിട്ടി എന്ന് ഈ കെ മുരളീധരൻ പറഞ്ഞപ്പോൾ ഞാനും ഗൗരവം, എനിക്കും അവിടെ ഇതില്ല, ഗൗരവമായിട്ട് ഞാൻ മുമ്പോട്ട് ആലോചിക്കുന്നുണ്ട്. പാർട്ടിയൊക്കെ ആ രീതിയിൽ സജീവമായിട്ട് കമ്മിറ്റി എടുത്ത് തീരുമാനിക്കാം. അങ്ങനെ ഒരു തീരുമാനം പാർട്ടിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. 21-ാം തീയതിയാണ് VSDPയുടെ പ്രതിനിധി സഭ, അടുത്ത മാസം സെന്റ് ജോസഫിൽ. അല്ല, അത് ഞാനിവിടെ കിടന്ന് തർക്കിക്കുന്നില്ല. നിങ്ങൾക്ക് എന്നെ ഞാൻ എന്തെങ്കിലും ഈ പാർട്ടിയെ സംബന്ധിച്ച് പ്രസിഡന്റ് ആണ് ചിന്തിക്കേണ്ടത്. എന്ത് തീരുമാനിക്കാനും VSDP ആയാലും പ്രസിഡന്റ് തന്നെ പരമാധികാരം. എൻ്റെ പാർട്ടിയിൽ ഒരാൾക്കും അപേക്ഷ കൊടുക്കാനും പറ്റില്ല, കൊടുത്തിട്ടുമില്ല. ഞാൻ പറയണ അതല്ലല്ലോ, ഞാനിത് ലൈവായിട്ട് പറയല്ലേ. അതെടുത്തൊരു ഏതെങ്കിലും ഒരു ചാനലിൽ കൂടി കാണിക്കും. വാട്സപ്പിലും നമ്മൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ ഈ കോൺഗ്രസുമായി ബന്ധപ്പെട്ട ആളുകളുമായിട്ട് സംസാരിച്ചോ എന്ന് ചോദിച്ചാൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് മുന്നണിയിൽ എന്തൊക്കെ പ്രശ്നം, മുന്നണിയുടെ പ്രശ്നങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇല്ല, ഞാൻ പറഞ്ഞല്ലോ 4 മാസങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം BD സതീശനെ ഞാൻ ഇവിടെ അവരുടെ ഹൗസിൽ തന്നെ ഞാൻ പോയി കണ്ടു. നമ്മളെ പ്രതിനിധി സഭയ്ക്ക് ക്ഷണിക്കാനാണ് പോയത്. അപ്പോൾ എങ്ങനെയുണ്ട്, സുഖമാണോ എന്നൊക്കെ ചോദിച്ചാൽ ഉണ്ട്, അങ്ങനെയൊക്കെ പോകുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ രമേശ് ചെന്നിത്തലയുടെ അമ്മ മരിച്ചപ്പോൾ ഹരിപ്പാട് ഞാൻ പോയിരുന്നു. അപ്പം അടുത്തുകൂടി ഇരുത്തി കാര്യങ്ങളൊക്കെ ചോദിച്ചു, എങ്ങനെ വിഷുവിൽ എങ്ങനെയാണ് നിൽക്കുന്നത്, നമ്മളോട് നിൽക്കേണ്ടതല്ലേ, ഞാനും ഒരുപാട് ആലോചിക്കും എന്നൊക്കെ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞിരുന്നു. എനിക്ക് 2-3 മാസത്തിന് അകത്തുള്ള കാര്യമാണ് ഹരിപ്പാട് വെച്ച്. ഇത്രേ ഞാൻ ബന്ധപ്പെട്ടിട്ടുള്ളൂ. പിന്നെ മുരളീധരനെ ഒരു ദിവസം ഞാൻ കണ്ടിരുന്നു. അപ്പം അതിനേം കാരണം ഞാൻ ഈ NDAയിൽ അതൃപ്തനാണ് എന്ന് പറഞ്ഞ് ഞാൻ 1-2 ചാനലിലൊക്കെ പറഞ്ഞിരുന്നു. അത് വന്നിരുന്നു, മാതൃഭൂമി, അത് ഈ ഇരിക്കുന്ന പല ചാനലിലും വന്നിരുന്നു. NDAയിൽ എനിക്ക് അല്ല, അതിന് ഇപ്പോൾ നിലവിൽ രാജീവ് ചന്ദ്രശേഖർ എന്നെ പരിഗണിക്കുന്ന രീതി വെച്ച് നോക്കുമ്പോൾ ഞാനത് പോകാൻ തയ്യാറല്ല. കാരണം ഈ ഘടകകക്ഷികളിൽ എന്നെ മിനിമം കാര്യങ്ങൾ ചുമലുകളൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്. എനിക്ക് ഇവിടെ വിഴിഞ്ഞത്തിൻ്റെ ചുമതലയുണ്ട് നിലവിൽ. അത് കഴിഞ്ഞാൽ ഈ ഇലക്ഷൻ്റെയൊക്കെ പ്രധാന ചില കാര്യങ്ങൾ രാജീവ് ചന്ദ്രശേഖർ ഏൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു കാപട്യം കാണിക്കാൻ ഞാൻ തയ്യാറല്ല. അല്ല, അതൃപ്തി എനിക്കുണ്ട്. അതൃപ്തി നിലവിൽ എനിക്കുണ്ട്. രാജീവ് ചന്ദ്രശേഖറുമായിട്ട് ഇന്നലെ അത് സംസാരിക്കാമായിരുന്നു. പക്ഷെ ഇവിടെ സത്യപ്രതിജ്ഞയൊക്കെ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഉടൻ പോയല്ലേ. അല്ല, എനിക്കൊന്നും വിലപേശാനൊന്നുമില്ല. ഞാൻ NDAയിൽ നിന്നിട്ടും 10-11 വർഷമായി. അത്യാവശ്യം കമ്മിറ്റിക്ക് ചെന്ന് ചായയും വടയൊക്കെ കഴിച്ചല്ലാതെ അതിൽ നിന്ന് ഒന്നും നേടിയിട്ടില്ല. ഞാൻ 10 വർഷം മുമ്പേ UDFനെ ഞാൻ സഹായിച്ചിട്ടുണ്ട്. ഈ ജില്ലയിൽ എല്ലാ സീറ്റുകളും അവർ ജയിച്ചു വന്നിട്ടുണ്ട്. അവരെ ഒന്നും ഞാനൊരു ചായയും വാങ്ങിച്ചു കുടിച്ചിട്ടില്ല.
ഇനി 62 വയസ്സായ ആൾ ഇനി ബാർഗൈൻ ചെയ്ത് കൂടുതൽ എടുക്കാൻ ഒക്കൂ എന്ന് ഞാൻ വിചാരിക്കുന്നുമില്ല. പിന്നെ മാനസികമായിട്ട് ഞാൻ നിൽക്കുന്നത്, ഞാൻ BJPയുടെ മുമ്പൊന്നുമല്ല. ഈ കുട്ടിക്കാലം മുതൽ ഞാനൊരു സ്വയംസേനാണ്. എന്നെ വളർന്നതും വളർത്തിയൊക്കെ അവരാണ്. അവരുടെയെങ്കിലും ഒരു അറിവ് ഞാനെങ്കിൽ നേടണ്ടേ? അല്ല ഞാൻ ഇത്രയും കാലം പ്രവർത്തിച്ച ആളുകളെ വലിച്ചെറിഞ്ഞിട്ട് ഞാൻ പോകും. BSTP നിലപാട് നേരത്തെ കഴിഞ്ഞ പ്രതിനിധിസഭയ്ക്ക് നിങ്ങളെല്ലാവരും വന്നിരുന്നു. അന്ന് നമ്മൾ 3000 പ്രതികൾ സെന്റ് ജോസഫിൽ കൂടി BJP ആയിട്ട് അകലം പാലിക്കണമെന്ന് അന്ന് തീരുമാനിച്ചു. അത് തിരിച്ചിട്ടില്ലല്ലോ, എടുത്തിട്ടില്ലല്ലോ. BJP ആയിട്ട് അകലം പാലിച്ചാണ് നിൽക്കുന്നത്. വിജിനുണ്ട് വിവരങ്ങൾ നൽകാനായി. വിജിൻ, ഈ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ പറയുന്നത് UDFന്റെ ഭാഗമെന്ന വാർത്തകൾ അറിയുന്നത് മാധ്യമങ്ങൾ വഴിയാണ്. UDFിലേക്ക് എടുക്കണമെന്ന അപേക്ഷ നൽകിയിട്ടുണ്ടെങ്കിൽ ആ കത്ത് പുറത്തുവിടണമെന്ന് പറയുന്നു. പക്ഷേ ഇന്നത്തെ UDF യോഗത്തിൽ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ അസോസിയേറ്റ് അംഗമാക്കാനും UDF യോഗത്തിൽ തീരുമാനമെടുക്കുകയും ചെയ്യുന്നു. എന്നാൽ അദ്ദേഹം പറയുകയും ചെയ്യുന്നു NDAയ്ക്കുള്ളിൽ കടുത്ത അതൃപ്തി തനിക്കുണ്ടെന്ന് പറയുകയും ചെയ്യുന്നു. ശരിക്കും എന്താണ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ പറയുന്നത്? തൽക്കാലം എന്തായാലും വിഷ്ണുപുരം ചന്ദ്രശേഖരൻ പറയുന്നത് വിശ്വസിക്കുക മാത്രമേ നമുക്ക് നിർവാഹമുള്ളൂ. കാരണം UDFന് അങ്ങനെ ഒരു കത്ത് നൽകിയിട്ടില്ല എന്നുള്ള കാര്യമാണ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ വ്യക്തമാക്കുന്നത്. BSTP നിലവിൽ NDAയുടെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ആ NDAയുമായി മുന്നണിയുമായി ചില അസ്വാരസ്യങ്ങളുണ്ട്. അത് സംസാരിച്ചിട്ടുമുണ്ട്. പക്ഷേ UDFന്റെ ഭാഗമാകാൻ യാതൊരു തരത്തിലുള്ള കത്തും നൽകിയിട്ടില്ല എന്നുള്ളതാണ്. ഒരു അപേക്ഷയും നൽകിയിട്ടില്ല. അങ്ങനെ ഒരു കത്തുണ്ടെങ്കിൽ അത് പുറത്തുവിടണം എന്നുള്ള ആവശ്യവും വിഷ്ണുപുരം ചന്ദ്രശേഖരൻ നിലവിൽ ഉന്നയിക്കുന്നുണ്ട്. NDAയിൽ തനിക്ക് എതിരഭിപ്രായമുണ്ട് എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട്. പക്ഷേ അത് പരിഹരിക്കാനുള്ള പ്രാപ്തി തനിക്കുണ്ട്. താൻ UDFന് അപേക്ഷ കൊടുത്തു എന്ന് പറയുന്നത് ശരിയായ വാർത്തകളല്ല. UDFിൽ അസോസിയേറ്റ് മെമ്പർഷിപ്പ് നൽകിയത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നറിയില്ല എന്നാണ് അദ്ദേഹം തന്നെ വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖർ വന്ന ശേഷം നേരത്തെ NDAയിൽ ഉണ്ടായിരുന്ന ചില അസ്വാരസ്യങ്ങൾ, ചില പഠനപ്പിണക്കങ്ങൾ, അതിൽ കുറവ് വന്നിട്ടുണ്ട് എന്ന കാര്യവും അദ്ദേഹം വ്യക്തമാക്കുകയാണ്. തൃപ്തിയുണ്ടെന്ന് നേതാക്കളോട് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്ന കാര്യമാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത്. പക്ഷേ ചാടിപ്പോകാൻ നിലവിൽ എന്തായാലും NDAയിൽ നിന്ന് ചാടിപ്പോകാൻ ഇല്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. എന്തായാലും UDF എന്ത് അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് അസോസിയേറ്റ് മെമ്പർഷിപ്പ് നൽകിയത് എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്.